അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ കൂളിങ്ങിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിംഗ് ആയിരുന്നു. ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമായിരിക്കും. 2 ടൈപ്പ് ഓഫ് എയർ മിക്സ് ചെയ്തിട്ടാണ് നമ്മളെ കൂളിംഗ് കോയിലിലേക്ക് വിട്ടിട്ട് ലാസ്റ്റുള്ള സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പം ഇങ്ങനെ മിക്സിങ് വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് അറിയേണ്ടത്. അപ്പം അതിൻ്റെ മുമ്പിട്ട് ചെറിയൊരു ലോജിക്ക് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെയുള്ള ഇവിടെ 1 എന്ന് പറഞ്ഞ സ്റ്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 എന്ന് പറഞ്ഞൊരു എയർ, അതേപോലെ തന്നെ 2 എന്ന് പറഞ്ഞൊരു എയർ, ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് 3 എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എന്ത് പറയാം? M1 ഫസ്റ്റിന്റെ മാസ് പ്ലസ് M2 ഈക്വൽ ടു എന്തായിരിക്കും? ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടാണല്ലോ ഈ 3 എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ ഒരു 2 കിലോ വീടുന്നു 3 കിലോ ഇപ്പുറത്തും വന്നാൽ നമുക്ക് മൊത്തം എത്ര കിട്ടും? 5 കിലോ. അത് പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? M3 ആയിരിക്കുമല്ലോ എന്താ. ഇത് ഒന്നാമത്തെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു നോളജ്. രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ട നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എനർജി. M1നും ഒരു എനർജി ഉണ്ടാവും, അതാണ് M1 × H1 പ്ലസ് M2ന് ഒരു എനർജി ഉണ്ടാവും ആ എയറിന്, M2 × H2 ഈക്വൽ ടു എന്തായിരിക്കും? M3 × H3 ആയിരിക്കും. ഇത് രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു നോളജാണ്. മൂന്നാമത് അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള വാട്ടർ കണ്ടന്റ് M1 × ω1 പ്ലസ് M2 × ω2 ഈസ് ഈക്വൽ ടു സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? M3 × ω3. ω എന്ന് വെച്ചാൽ എന്താ? നമ്മളെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, അതായത് എത്രത്തോളം വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടോ ഒന്നാമത്തെ സ്റ്റേജിലുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് പ്ലസ് രണ്ടാമത്തെ സ്റ്റേജിലുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് ഈസ് ഈക്വൽ ടു എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന M3 വെള്ളത്തിന്റെ കണ്ടന്റ്. ഇതാണ് ഒന്നാമത്തെ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മളെ ഗ്രാഫിലേക്ക് പോയിട്ട് ഇതൊക്കെ പ്ലോട്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യത്തിനെ പറ്റി ചിന്തിച്ച് നോക്കുക. 40 ഡിഗ്രി സെൽഷ്യസും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. അത് നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് മാർക്ക് ചെയ്യാലോ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാൻ വന്നതാണ് 40 ഡിഗ്രി സെൽഷ്യസും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. 40 ഡിഗ്രി സെൽഷ്യസ് ഏതാണ്ട് ഇവിടെ വന്ന് 40 അതിൻ്റെ അകത്ത് ഇതാണ് നമ്മളെ 40 ഡിഗ്രി സെൽഷ്യസ് വരുന്നത്. 40 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ അത് അവിടത്തേക്ക് വരണം. 50 എന്ന് പറയുന്നത് ഈ ലൈൻ, 40 എന്ന് പറയുന്നത് ഇത്. 50 40 കൂടി ചേരുന്ന ഭാഗം ഒരു ചെറിയ ഡോട്ട് ഇട്ടിട്ടുണ്ട്, 2-3 ഡോട്ട് ആയി. 40 ഡിഗ്രി സെൽഷ്യസ് 50%. അവിടെ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റുമായിരിക്കും. ഒരു റെഡ് കളർ ഡോട്ട് വീണിട്ടുണ്ടാവും. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. 40 ഡിഗ്രി സെൽഷ്യസ് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അവിടെയാണ് ഞാൻ 1 മാർക്ക് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ നമ്മളെ എയറിന്റെ അവസ്ഥ. ഇനി രണ്ടാമത്തെ എയറിന്റെ അവസ്ഥ എത്രയായിരുന്നു പറഞ്ഞത്? രണ്ടാമത്തെ എയർ 26 ഡിഗ്രി സെൽഷ്യസും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പൊ 26 ഡിഗ്രി സെൽഷ്യസും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഏതാണ്ട് ഇവിടെ വരിക. രണ്ടാമത്തെ റെഡ് കളർ ഡോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റുമായിരിക്കും. ഇതാണ് നമ്മളെ 2. അപ്പൊ 1ഉം 2ഉം ഞാൻ മാർക്ക് ചെയ്തു. ഇത് രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ അത് എവിടെ കിട്ടുന്നുള്ള ലോജിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ എവിടെയാ നമ്മളെ പുതിയ സാധനം കിട്ടുകയെന്ന് അറിയേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കല് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കുക, 1ഉം 2ഉം തമ്മിൽ. കഴിഞ്ഞു. ഇതിപ്പോ മിക്സിങ് നടന്നു എന്നർത്ഥം. രണ്ടും തമ്മിൽ ഒരു ലിങ്ക് വന്നു. ഇതിന്റെ ഇടയിൽ എവിടെയാണ് നമ്മളെ മിക്സ് ചെയ്തിട്ടുള്ള അവസ്ഥ കിടക്കുന്നത് എത്രയാന്ന് നമുക്കറിയില്ല. ഇതിന്റെ ഇടയിൽ എവിടെയോ ഈ ഒരു മഞ്ഞ കളർ ലൈനിന്റെ ഇടയിലാണ് നമ്മളെ 3 എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളത്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പോയിന്റും അല്ല, ഇതിന്റെ ഇടയിൽ എവിടെയോ ഉള്ളത്. അതുകൊണ്ട് 1ഉം 2ഉം ഞാൻ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ അവിടെ പ്ലോട്ട് ചെയ്ത്, അപ്പൊ ഒരു ലോജിക്ക് മനസ്സിലാക്കി എടുക്കുക. ഇതിന്റെ ഇടയിൽ എവിടെയാണ് മിക്സ് ചെയ്ത പോയിന്റ് ഉള്ളത്, അത്രേ ഉള്ളൂ.
അപ്പൊ മിക്സ് ചെയ്ത പോയിന്റ് എവിടെയുള്ളതെന്ന് എനിക്ക് അറിയണം. പക്ഷെ മിക്സ് ചെയ്ത ടെമ്പറേച്ചറും ഒന്നും എനിക്ക് തന്നിട്ടില്ല. അപ്പൊ എനിക്ക് ഡയറക്റ്റ് ഇവിടുന്ന് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനത് കണ്ടുപിടിക്കേണ്ട ലോജിക്കാണ് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞത്. എങ്ങനെ നമുക്കറിയാം M1 ഇൻറ്റു H1 പ്ലസ് M2 ഇൻറ്റു H3 = ഇതാണെന്ന് നമുക്കറിയാം. M1 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വോളിയം ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേജിന്റെ വോളിയം ഫ്ലോ റേറ്റ് 100 m3/min ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തത് വരുന്നത് 20 m3/min ആ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാലോ. M1 എങ്ങനെ കണ്ടുപിടിക്കാം? V1 തന്നിട്ടുണ്ട്. V1 = ആദ്യത്തെ 100 m3/min എന്ന് വെച്ചാൽ എത്ര വരും? 100 m3/s മാറ്റണം. ഡിവൈഡ് ബൈ 60 കൊടുക്കേണ്ടി വരും. എത്ര കിട്ടുക? എൻ്റെ അടുക്ക കാൽക്കുലേറ്റർ ഇല്ല, അതുകൊണ്ട് ദയവേത് ഒന്ന് കണക്കൂട്ടിട്ട് പറഞ്ഞാൽ ഒന്ന് ടൈപ്പ് ചെയ്ത് തന്നാൽ ഞാൻ എനിക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്യാം. അതുകൊണ്ടാ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് തരും. 1.6 something അല്ലേ? 1.6 1.6 1.6 ആണല്ലോ. m3/s മാറി. ഒന്നാമത്തെ സാധനം കഴിഞ്ഞു. അപ്പൊ നമുക്ക് M1 കണ്ടുപിടിക്കാം. എങ്ങനെ? M1 എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് = വോളിയം ഡിവൈഡ് ബൈ ആ സ്ഥലത്തുള്ള സ്പെസിഫിക് വോളിയം V1 എനിക്കറിയാം 1.6 ആണ്. ഡിവൈഡ് ബൈ ആ ഭാഗത്തുള്ള സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കണേ ഞാൻ അവിടെ പോകണം, ഗ്രാഫിലേക്ക് പോകണം. അപ്പൊ ഞാൻ ഗ്രാഫിലേക്ക് പോയി 1 എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള സ്പെസിഫിക് വോളിയം എനിക്ക് കിട്ടേണ്ടത് ഏതാണ്ടത് അത്ര കിട്ടണം. ഈ ഒരു പോയിന്റിലുള്ള സ്പെസിഫിക് വോളിയം 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള സ്പെസിഫിക് വോളിയം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ലൈനായിരിക്കും. ഇങ്ങനെയുള്ള ലൈനാണ്. അവിടുത്തെ അതിന്റെ തൊട്ട് മുമ്പിലുള്ളത് 0.9 ആണ്. അത് കഴിഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? എത്രേന്റെ ഗ്യാപ്പ് വെച്ചിട്ടാ പോകുന്നത്? 2ന്റെ ഗ്യാപ്പ് വെച്ചിട്ടാ പോകുന്നത്. 0.92 വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു സെറ്റപ്പും കൂടി ഉണ്ട്. അപ്പൊ 0.921 കൊടുക്കാം അല്ലെ? ഒരു 0.921 കൊടുക്കാം. ഞാൻ അത് എടുക്കാൻ വേണ്ടി പോവാണ്. 0.921 വെച്ചിട്ട് നമുക്ക് തൽക്കാലം 0.921 ആണ് എടുക്കാം. 0.921 ചെയ്താൽ മാസം എത്ര കിട്ടും? 1.73. ഞാൻ എൻ്റെ കാൽക്കുലേറ്ററിനെ എടുക്കേണ്ടി വരും. ഞാൻ എൻ്റെ ഫോണിൽ കാൽക്കുലേറ്റർ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1.737 അത്രയും kg/s മാസല്ല. അതുകൊണ്ട് അപ്പൊ M1 കിട്ടി. 1.66 എടുക്കേണ്ടി വരും. 66 എടുത്തിന് 1.8. നെക്സ്റ്റ് നോക്കാം. V2 നമുക്ക് തന്നിട്ടുണ്ട് 20 m3/min ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 60 എടുക്കുക. അപ്പൊ എന്തായി? m3/s വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 20 ഡിവൈഡ് ബൈ 60 എന്ന് വെച്ചാൽ 0.333 m3/s മാറി. അയ്യോ, അങ്ങനെയാണെങ്കിൽ M2 നമുക്ക് കണ്ടുപിടിക്കാലോ. ഇതെന്താ വന്നത്? M2 ഇസ് ഈക്വൽ ടു നമ്മളെ V2 ഡിവൈഡ് ബൈ അവിടുത്തെ സ്പെസിഫിക് വോളിയം സ്മോൾ ലെറ്റർ VS2. V2 എനിക്ക് കിട്ടിയത് 0.333 ഡിവൈഡ് ബൈ അവിടുത്തെ സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഗ്രാഫിലേക്ക് പോകേണ്ടി വരും. ഗ്രാഫിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് സ്പെസിഫിക് വോളിയത്തിന്റെ ലൈൻ ഇവിടെ കാണാൻ പറ്റും.
ഇങ്ങനെ പോകുന്നതായിരിക്കും സ്പെസിഫിക് വോളിയത്തിന്റെ ലൈൻ. ഇപ്പൊ 0.86 അവിടെ ഉള്ളത്, പിന്നെ കറക്റ്റ് സെന്ററിലും അല്ല. അപ്പൊ 0.87 ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എത്ര കൊടുക്കാം? 0.865 കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പം 0.865 നമുക്ക് കൊടുക്കാം. 0.865 which is equal to 0.333 divided by 0.865 equal to 0.389 കിലോഗ്രാം പെർ സെക്കൻഡ് കിട്ടും. അപ്പൊ നമുക്ക് മാസൊക്കെ കിട്ടി. മാസം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. ഇനി വേറെ ഒന്നും കണ്ടുപിടിക്കാനൊന്നുമില്ല, എളുപ്പത്തിൽ കഴിയും. M1 into H1 plus M2 into H2 ഈക്വൽ ടു എന്താ? M3 into H3 ആണ്. M3 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? M1 പ്ലസ് M2 ഈക്വൽ ടു M3 ആണ് മാസ്. ഒന്നാമത്തെ മാസ് കിട്ടിയത് എത്രയായിരുന്നു? 1.737 പ്ലസ് രണ്ടാമത്തെ 0.389. അപ്പൊ M3 is equal to 1.737 plus 0.389 2.126 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടി M3. നമുക്ക് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കാം. M1 എനിക്കറിയാം 1.737. H1 എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഗ്രാഫ് പോയാൽ കിട്ടും. തൽക്കാലം ഞാൻ എഴുതുന്നില്ല, നമുക്ക് ഒരുമിച്ച് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. M2 വരുന്നത് 0.389 is equal to M3 വരുന്നത് 2.126 ഇൻറ്റു ഇതിൻ്റെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാണ്ട് നമുക്ക് ആരാ? എൻതാൽപ്പീന. അപ്പൊ ഞാൻ എൻതാൽപ്പി എടുക്കാൻ വേണ്ടി പോവാം. ഒന്നാമത്തെ പോയിന്റിൽ എൻതാൽപ്പി എന്ന് പറയുന്നത് ഏകദേശം 90 കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നില്ലല്ലോ. 90 കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണം ഗ്രാഫിന്റെ. 85, 90, 95, ഏകദേശം 100 വരും ഏതാണ്ട്. നമുക്ക് തൽക്കാലം 100 എന്നിട്ട് എടുക്കാം. 2 എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം എൻതാൽപ്പി എങ്ങനെ എടുക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പം ഗ്രാഫിൽ അങ്ങെത്തണം, അതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്യാത്തത്. 1 എൻതാൽപ്പി ഒരു 100 എടുക്കാം. അപ്പോൾ 1 100. 2 എന്ന് പറഞ്ഞ പോയിന്റിലുള്ളത് ഇവിടത്തേക്ക് തന്നെ ആയിരുന്നു. 2 എൻതാൽപ്പി എടുക്കാൻ വേണ്ടി പോവാന്ന്. എല്ലാവരും സൂക്ഷിച്ചു നോക്കിക്കോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണം. 2 എന്ന് പറഞ്ഞ പോയിന്റിന്റെ അടുക്കേന്ന് നീട്ടി വരക്കുകയാണ്. ഈ റെഡ് കളർ ലൈനിന് പാരലായിട്ട് പോവാം. ഏകദേശം എനിക്ക് ഇവിടെ കിട്ടും എന്ന് വെച്ചാൽ ഒരു 56 എടുക്കാം. 56 എടുക്കല്ലേ? 55 കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒരു പോയിന്റ് ഉണ്ട്, 56. അത് കിട്ടി. 56 ആണ്. ഇത്ര ഇൻറ്റു H3 എനിക്കറിയില്ല. മൂന്നാമത്തെ പോയിന്റ് എനിക്ക് അറിഞ്ഞാലല്ലേ എനിക്ക് H3 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ H3 എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ H3 എന്ന് പറഞ്ഞിട്ട് തന്നെ ഇട്ടു. അപ്പൊ H3 ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് 53 അല്ലേ വരുന്നുള്ളൂ? 53 അല്ലേ വരുന്നുള്ളൂ? 56 എല്ലാം വരുന്നു എന്താൽപ്പി. അല്ല, ഞാൻ ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടാണ്. 2 എന്ന് പറഞ്ഞ പോയിന്റിൽ 26 50 അല്ലേ? ആറച്ച് 55 കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ? അല്ല, ആറച്ച് 50 അല്ലേ? RH 50. ഓ, ഞാൻ മാർക്ക് ചെയ്ത പോയിന്റ് മാർക്ക് ചെയ്യുന്നല്ലേ? ചെറിയൊരു ചെരിവ് കൊടുക്കേണ്ടിണ്ടായിരുന്നു. അത് നമുക്ക് റെഡിയാക്കാം. എനിക്ക് പറഞ്ഞ പോയിന്റ് എവിടെയാ വരേണ്ടത്? 26ഉം 50ഉം.
ഏതാണ്ട് 2650 എന്ന് പറയുമ്പോൾ ഇവിടെ വരെ പോയിന്റ്. ബാക്കി മായ്ച്ചാളെ തെറ്റുത്തരം നമ്മൾ പഠിക്കണ്ടല്ലോ. ഒന്ന് 2ലേക്കുള്ള പോയിന്റ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ 2ലുള്ള ശരിക്കുള്ള എന്താൽപ്പി എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 53. വെരി നൈസ്. 53 തന്നെയാണ് കേട്ടോ. ചെറിയൊരു നമ്മുടെ കയ്യിൽ പറ്റിയൊരു അബദ്ധം. ഇത് നമ്മളെ 53 ആണ്. മാറ്റിട്ട് 53 ഇടാം. 53. അപ്പൊ H3 = എത്ര കിട്ടും? 91.85. എത്ര? 91 ആ 91 ഒക്കെ കിട്ടുന്നുണ്ടല്ലേ? 91 പോയിന്റ് സംതിങ് കിട്ടും. 91 പോയിന്റ് സംതിങ് എത്രയാണ്? 8 അല്ലേ? ചെറിയ വ്യത്യാസം. H3 കിട്ടി. H3 കിട്ടി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് എവിടെ പോവാ? നമ്മളെ ഗ്രാഫിലേക്ക് എടുക്കുക. ഗ്രാഫ് പോയിട്ട് H3 എന്ന് വെച്ചാൽ 98 ആണ് കിട്ടുക. അല്ല 91 വരുന്നത് ഇവിടെയാണ്. ഞാൻ അവിടെ നിന്ന് ഞാൻ വരക്കുന്നുണ്ടോ? 91 അടിക്കുക ഞാൻ താഴത്തേക്ക് എടുക്കുകയാണ്. നേരെ ഉൾട്ടാ ഡയറക്ഷനിലേക്ക് പോയി. അപ്പൊ ക്രോസ് ചെയ്ത് കിട്ടി. ക്രോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ സ്ഥലം കിട്ടി. ഏതാണ് ആ സ്ഥലം? മൂന്നാമത്തെ പോയിന്റ് എനിക്ക് കിട്ടി ഇതിൻ്റെ അകത്ത്. നമ്മളെ ഇതാണ് ആ സ്ഥലം 3. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് കിട്ടി. മൂന്നാമത്തെ പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല എന്താ മൂന്നാമത്തെ പോയിന്റിലുള്ള അവസ്ഥകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു. അപ്പൊ മൂന്നാമത്തെ പോയിന്റിൽ ഏകദേശം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുന്നത് RH വരുന്നത് എത്രയാണ്? 50ഉം 55ന്റെയും ഇടയിൽ ഒരു 52 കൊടുക്കാം. 52% പറഞ്ഞിട്ട് കൊടുത്തു. പിന്നെ അവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത് മൂന്നാമത്തെ പോയിന്റിലുള്ള ടെമ്പറേച്ചർ ഏതാണ്ട് വരുന്നത് 35, 36, 37. അവിടുത്തെ ടെമ്പറേച്ചർ എത്ര വരുന്നത് നോക്കട്ടെ. കുത്തനെ താഴത്തേക്ക് എടുത്തു. അയ്യോ, എന്നാണ്ട് ഇവിടെ വരും 35, 36, 37 എടുത്തിട്ടില്ല. ഏകദേശം ഒരു 37 പോട്ട് തൽക്കാലം. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അവിടുത്തെ എന്താൽപ്പി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടുത്തെ പോയിന്റ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും മാർക്ക് ചെയ്യാം. ഇവിടുത്തെ ഇനി ഒമേഗ കിട്ടണമെങ്കിൽ നേരെ റൈറ്റിലേക്ക് പോയാൽ മതി. അവിടെ നമുക്ക് ഒമേഗ = എത്രയാണെന്ന് പറഞ്ഞിട്ട് എടുക്കാം. അങ്ങനെ എല്ലാ പോയിന്റും നമുക്ക് ഇവിടുന്ന് കിട്ടും. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യൻ തീർന്നില്ല. ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മുടെ ഇനി കൂളിംഗ് എല്ലാം നടക്കുന്നുണ്ട്. നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു എയർ എന്ത് സംഭവിച്ചു? ദ മിക്സ്ചർ ഫ്ലോസ് ഓവർ എ കൂളിംഗ് കോയിൽ. കഴിഞ്ഞപ്പാട് എന്തായി? മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോ മിക്സിംഗ് എല്ലാം കഴിഞ്ഞപ്പാട് ഇത് എവിടത്തേക്ക് പോകുന്നുണ്ട്? ഒരു കൂളിംഗ് കോയിലിലേക്ക് പോകുന്നുണ്ട്. ഹൂസ് ADP അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. ഒരു കൂളിംഗ് കോയിൽ ഉണ്ട്. ഇതിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ എത്രയാണ്? കൂളിംഗ് കോയിലിന്റെ മുകളിലുള്ള ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞ പോയിന്റ് 10 ഡിഗ്രി സെൽഷ്യസിലല്ല കിട്ടുക. അതിനെക്കാട്ടും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കാരണം ബൈപ്പാസ് ഫാക്ടർ നമുക്ക് 0.2 ആന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്തോളുക? നമ്മളെ ഗ്രാഫ് എടുക്കുക. ഗ്രാഫ് എടുത്തിട്ട് ഈ 3 എന്ന് പറഞ്ഞ പോയിന്റിനെ ഞാൻ തണുപ്പിക്കാൻ വേണ്ടി പോവാണ്. എത്ര ഡിഗ്രി സെൽഷ്യസിലേക്കാണ് തണുപ്പിക്കണ്ടേ? 10 ആണ് നമ്മളുടെ ADP തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 10 അവിടെ മാർക്ക് ചെയ്തു ആദ്യം തന്നെ. ഇതാണ് എൻ്റെ ADP. അപ്പൊ 10 ഡിഗ്രി സെൽഷ്യസ് ഞാൻ ഈ കർവിൽ മാർക്ക് ചെയ്യണം. കാരണം കർവിലാണ് നമ്മൾ എന്തുള്ളത്? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ നമുക്ക് തന്നിരിക്കുക ഈ കർവിലായിരിക്കും. ഇതന്നെയാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഒക്കെ. അപ്പൊ അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ ഇതിനെ തണുപ്പിക്കാൻ വേണ്ടി പോവാന്ന്. 3 എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ തണുപ്പിക്കുകയാണ്. 3 എന്ന് പറഞ്ഞ അയ്യോ,
സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 3 എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ തണുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇങ്ങനെ തണുപ്പിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത്ര വരെ ആയിരുന്നു തണുക്കേണ്ടത്, ADP വരെ. പക്ഷെ ADP വരെ എനിക്ക് ഒരു കാരണവശാലും തണുപ്പിച്ച് കിട്ടൂല. കാരണം നമ്മളെ മെക്കാനിക്കൽ ഡിവൈസ് ആണ്, അത് ഒരിക്കലും ഫുള്ളി എഫിഷ്യന്റ് ആയിരിക്കില്ല. ഇപ്പൊ ചെറിയൊരു ബൈപ്പാസ് ഫാക്ടർ ഉണ്ട് എന്നാ പറഞ്ഞിട്ടുണ്ടായത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ശരിക്കും നമ്മളെ പ്രോസസ്സ്, ഈ പ്രോസസ്സിന്റെ നടുവിൽ ആരുണ്ട്? പ്രോസസ്സിന്റെ നടുവിൽ നമ്മളെ കൂളിംഗ് കോയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. 3 നിന്ന് 4ലേക്കാണ് നമ്മളെ ശരിക്കും തണുപ്പിക്കൽ പ്രോസസ്സ് നടക്കുന്നത്. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആര് കിടക്കുന്നുണ്ട്? ഒരു കൂളിംഗ് കോയിൽ ഉണ്ട്. ആ കൂളിംഗ് കോയിലിന്റെ ADP 10 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നുകൊണ്ട് ഞാൻ ഇവിടെ അത് മാർക്ക് ചെയ്തു, എന്നിട്ട് അത് മൊത്തം വരച്ചു. പക്ഷെ ശരിക്കും നടക്കുന്ന പ്രോസസ്സ് എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ എവിടെയാണ്? സോറി, ഇത് 4 അല്ലേ, ഇങ്ങോട്ടേക്കാണ് ശരിക്കും നടക്കേണ്ടത്. 4 എന്ന് പറഞ്ഞ പോയിന്റ് ഇൻ ബിറ്റ്വീൻ എവിടെയോ ഉള്ളത്. അപ്പൊ ആ ഇൻ ബിറ്റ്വീൻ എവിടെയാ ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ബൈപ്പാസ് ഫാക്ടർ തന്നിട്ടുണ്ട്. ബൈപാസ് ഫാക്ടർ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. 0. ബൈപ്പാസ് ഫാക്ടർ എത്രയായിരുന്നു? 0.2. 0.2 ആണ് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ബൈപ്പാസ് ഫാക്ടർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ബൈപ്പാസ് ഫാക്ടർ ഇസ് ഈക്വൽ ടു, അതായത് 0.2 ഇസ് ഈക്വൽ ടു ബൈപ്പാസ് ഫാക്ടർ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? റൈറ്റ് സൈഡിലെ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. അങ്ങനെ ഇവിടത്തേക്ക് തന്നെ പോവാ. ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ് ബൈപ്പാസ് ഫാക്ടർ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എൻ്റെ ഇടയിൽ കൂളിംഗ് കോയിൽ ഉണ്ട്. നമുക്ക് 3 എന്ന് പറഞ്ഞ സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മളെ അവസ്ഥ ഉള്ളത്. 3 എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ടെമ്പറേച്ചർ നമ്മളിപ്പോൾ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം എത്രയായിരുന്നു? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് 3 എന്ന് പറഞ്ഞ പോയിന്റ്. കൂളിംഗ് കോയിലിന്റെ ADP തന്നിട്ടുണ്ട് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് അറിയേണ്ടത് നമ്മളെ ഔട്ട്പുട്ട് 4 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ അറിയണം. അത് എത്രയാണെന്ന് അറിയില്ല. അറിയാൻ വേണ്ടിയിട്ട് ബൈപ്പാസ് ഫാക്ടർ നമുക്ക് തന്നിട്ടുണ്ട് 0.2 ആണ്. 0.2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ബൈപ്പാസ് ഫാക്ടർ കണ്ടുപിടിക്കൽ എങ്ങനെയാണ്? ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലുള്ള ഈ ഭാഗം എത്രയാണ്? T4 അറിയാത്തതുകൊണ്ട് ഞാൻ T4 എഴുതു. -10 ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലുള്ള സാധനം. ലെഫ്റ്റ് സൈഡിൽ വരുന്ന എത്രയാണ്? 37 - 10 ഇസ് ഈക്വൽ ടു T4 എനിക്കറിയില്ല, ബാക്കിയുള്ളത് എനിക്കറിയാം. T4 -10 ഡിവൈഡ് ബൈ എത്രയാണ്? 27. എത്ര കിട്ടും ഏകദേശം? T4 15.4. 15.4 ഡിഗ്രി സെൽഷ്യസ് കിട്ടി. 15.4 ഡിഗ്രി സെൽഷ്യസ് കിട്ടിയാൽ ഞാൻ എവിടെ പോവാ? നേരെ ഇവിടത്തേക്ക് വരിക. 15.4 എന്ന് പറയുന്നത് ഏകദേശം ഏത് പോയിന്റിലാണ്? 15.4 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിരിക്കും. 15.4 എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഒരു പോയിന്റിലാണ്. ഇതാണ് നമ്മളെ ശരിക്കുള്ള ആര്? ഇതാണ് നമ്മളെ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്നത്. ഓക്കെ, ഇത്രയും ഭാഗത്തിനാണ് നമ്മൾ പറയാ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ്, ഈ കാണുന്ന ഗ്യാപ്പിനെയാണ് നമ്മൾ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത്. ബൈപ്പാസ് ഫാക്ടർ ശരിക്കും അതാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും നടക്കുന്ന പ്രോസസ്സ് 3 to 4 ആണ്. ഇങ്ങനെ വന്ന് ഈ 4 എന്ന് പറഞ്ഞ പോയിന്റിലെത്തി നിൽക്കും. മറ്റേത് നമ്മൾ നീട്ടി വരച്ചെന്ന് വെച്ചാൽ ADP തന്നുകൊണ്ടാണ്. എന്നാലേ നമുക്ക് ആ കറക്റ്റ് ഏത് ലൈനിൽ കൂടി ആ പ്രോസസ്സ് നടക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? എൻ്റെ പരിപാടികൾ തീർത്തു. 9:38 4 എന്ന് പറഞ്ഞുള്ള പോയിന്റിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏകദേശം 95ന്റെ മുകളിലുണ്ട്. ഈ ഒരു ഭാഗത്തുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഏകദേശം 95 ഒക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, നമുക്കൊരു ചെറിയ സാധനം കൂടി കണ്ടുപിടിക്കാനുണ്ട്. കൂളിംഗ് കോയിലിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരുമിച്ച് എടുത്ത് പോവാം. 4 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എന്തുണ്ട്? ഇല്ല, ഒന്നും വേറെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഫൈൻഡ്
ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അവിടുത്തെ ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ പ്രശ്നമില്ല. ഞാൻ വെച്ചാൽ അതിൻ്റെ അകത്ത് കൂളിംഗ് കോയിലിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചാലും പ്രശ്നമൊന്നുമില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സമ്മർ എയർ കണ്ടീഷനിങ്ങിനെ പറ്റി പഠിക്കാം. ചൂട് കാലത്തുള്ള എയർ കണ്ടീഷനിങ് എങ്ങനെ നടക്കും അതൊക്കെ നമുക്ക് പഠിക്കാം. പിന്നെ നമുക്ക് തൽക്കാലം വാങ്ങാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരെ വണക്കം. 35 ഫസ്റ്റ് ക്ലാസ്സിലുള്ള എല്ലാവരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൽക്കാലം അറ്റൻഡൻസ് എടുക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ എല്ലാവർക്കും ഈ ക്ലാസ്